ഫാൽക്കെ അവാർഡ് ജേതാവായ മോഹൻലാലിനെ വെച്ചിട്ട് എങ്ങനെ ഒരു സിനിമ എടുക്കരുത് എന്നുള്ളതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് സത്യനന്ദിക്കാട് സംവിധാനം ചെയ്ത ഹൃദയപൂർവ്വം എന്ന സിനിമ. ഇത് വല്ലാതെ ഇപ്പം നമ്മുടെ പുതിയ ഭാഷയിൽ പറഞ്ഞാൽ വല്ലാതെ തള്ളലായിരുന്നു മാധ്യമങ്ങളിൽ, എല്ലാ മാധ്യമങ്ങളും, മുഖ്യധാരാ മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിലുമൊക്കെ. ഹൃദയപൂർവ്വം ആണോ അതോ ഇനി ലോകയാണോ മുമ്പിൽ നിൽക്കുക എന്നൊക്കെയുള്ള സംഗതിയും ഒക്കെ വെച്ചിട്ടും വളരെ ആവേശം സൃഷ്ടിച്ച ഒരു സിനിമയായിരുന്നു. സ്വാഭാവികമായിട്ടും അതിൻ്റെ പോസ്റ്ററുകളും മറ്റ് സംഗതികളുമൊക്കെ കണ്ടപ്പോൾ, സ്റ്റില്ലുകളൊക്കെ കണ്ടപ്പോൾ അങ്ങനെ ഒരു ധാരണ ഉണ്ടാവുകയും ചെയ്തു. ഏറ്റവും പ്രധാനം ആ പേര് മോഹൻലാൽ, പിന്നെ സത്യനന്ദിക്കാട്, പിന്നെ അതേപോലെ തന്നെ സംഗീത് എന്ന ആ യുവനടൻ, ഇവരുടെയൊക്കെ സ്വാധീനം വളരെയധികം ആവേശമാണ് സൃഷ്ടിച്ചത്. പക്ഷേ അത് OTT-യിലാണ് കണ്ടത് എന്നൊരാശ്വാസമുണ്ട്. എങ്കിലും നമ്മുടെ ജീവിതത്തിലെ 2 മണിക്കൂർ സമയം അതിനുവേണ്ടി ചെലവഴിക്കുകയാണ് ചെയ്തത്. അത് വളരെ നഷ്ടമായി പോയി എന്ന് തോന്നുന്നൊരവസ്ഥയായി. ഇതിലൂടെ മാധ്യമങ്ങളുടെ, മുഖ്യധാരാ മാധ്യമങ്ങളുടെ വിശ്വാസ്യത പോലും കളഞ്ഞു കുളിക്കുന്ന ഒരു ഏർപ്പാടായിപ്പോയി. കാരണം മുഖ്യധാരാ മാധ്യമങ്ങൾ ഇനി ഇതേപോലെ അങ്ങ് ഗംഭീരമാണ് എന്ന് എഴുതുന്ന ഒരു സിനിമ കണ്ടിട്ട് ഒരു വ്യക്തിയും സിനിമയ്ക്ക്, അല്ലെങ്കിൽ അതിനെ ഒരു വളരെ സെൻസിബിളായിട്ട് കാണുന്ന ഒരു വ്യക്തിക്കും തിയേറ്ററിലേക്ക് പോകാൻ തോന്നിപ്പിക്കാത്ത ഒരു തള്ളലായിപ്പോയി ഹൃദയപൂർവ്വത്തിനുണ്ടായത്. ഇത് സിനിമ ഇൻഡസ്ട്രിക്കും വളരെ ദോഷമാണ്. കാരണം പലപ്പോഴും ഒരു സിനിമയെ മോശമാക്കുന്നതിനോട് നമുക്ക് യോജിപ്പില്ല. കാരണം വലിയൊരു ഇൻഡസ്ട്രിയാണ്, വളരെ നിക്ഷേപം ആവശ്യമുണ്ട്, ഒരുപാട് പ്രയത്നം ആവശ്യമാണ്. ഒരു സിനിമയെ നമ്മൾ ബോധപൂർവം ഇല്ലായ്മ ചെയ്യുന്നത് വളരെയധികം മോശം പ്രവണതയാണ്. അതേ സമയത്ത് സിനിമ ഇൻഡസ്ട്രിയുടെ നിലനിൽപ്പിനും ആവശ്യമാണ് അത്യാവശ്യം ഒരു ഏകദേശം ഒരു സൂചന. പോയിക്കഴിഞ്ഞാൽ നിങ്ങളുടെ സമയവും രൂപയും, ഒന്നാമതിപ്പോൾ തിയേറ്ററിലൊക്കെ പോയി സിനിമ കാണണമെന്ന് വെച്ചാൽ വൻ തുക തന്നെ വേണ്ടി വരും. അത് നഷ്ടമാകില്ല എന്നൊരു ബോധ്യം ഈ നൽകുന്നതിൽ മുഖ്യധാര മാധ്യമങ്ങൾക്കും അതിൻ്റെ ഉത്തരവാദിത്വമുണ്ട്. അതോടൊപ്പം തന്നെ സാമൂഹ്യ മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നവർക്കുമുണ്ട്. മോഹൻലാലിനെ പോലെ ഇത്രയും സർഗധരനായ ഒരു ആക്ടർ അദ്ദേഹത്തിന് കിട്ടി. അദ്ദേഹത്തിൻ്റെ മേക്ക് ഓവറൊക്കെ വളരെ നന്നായിരിക്കുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ താടിയൊക്കെ ട്രിം ചെയ്ത് ഒരു വളരെ മനോഹരമായ മേക്ക് ഓവറാണ്. പക്ഷേ ആ സിനിമ ആദ്യവസാനം അരോചകമായി എടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. കാരണം ഒരു കലയ്ക്കെപ്പോഴും അതിൻ്റെ ആസ്വാദ്യത വേണം. അതിനൊരു വലിയൊരു ഉയർച്ചയും ഒരു താഴ്ചയും ഒരു പര്യവസാനവും ഒക്കെ ഉണ്ടാകുമ്പോൾ മാത്രമേ ആ ഒരു കലാസൃഷ്ടി, ഒരു സിനിമ എന്ന, അല്ലെങ്കിൽ അതിൻ്റെ ഒരു നാടകീയത വരണം അതിനകത്ത്. ഇതിൽ തീരെ ഇല്ലാതായിപ്പോയതും ഈ നാടകീയതയാണ്. മാത്രവുമല്ല, ചില നാടകീയതകൾ ഉണ്ടാക്കാൻ ശ്രമിച്ചത് യാന്ത്രികമായി പോയി. കാരണം കലയിൽ എപ്പോഴും നമ്മൾ സ്വയം മറന്നിട്ടാണ് ഇരിക്കുന്നത് കല കാണാനായിട്ട്. കാരണം ഇത് യാഥാർത്ഥ്യമില്ലെന്ന് എല്ലാവർക്കും അറിയാം. അത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് നമ്മൾ കാണാതിരിക്കുന്നത്. അവിടെ നമ്മളുടെ ആ ഒരു യുക്തിയൊക്കെ മാറ്റി വെച്ചിട്ട് നമ്മളുടെ ഹൃദയത്തെ മുമ്പിലേക്ക് വെച്ചിട്ടാണ് നമ്മൾ ആസ്വദിക്കുന്നത്. നമ്മൾ തല കൊണ്ടല്ല ആസ്വദിക്കുന്നത്, ഹൃദയം കൊണ്ടാണ് ആസ്വദിക്കുന്നത്. അപ്പോൾ അവിടെ സകല വികാരങ്ങളും അതിൻ്റെ ഗതിയും, എവിടെയെല്ലാം ചെറിയ ഈ കല്ലുകടികൾ വരുന്നോ അത് അതിന് തടസ്സമായി നിൽക്കും. അപ്പോൾ അതിലാണ് ഈ സംവിധായകൻ എന്ന നിലയിൽ ഒരു പക്ഷേങ്കിൽ സത്യനന്ദിക്കാട് വളരെയധികം നിരാശപ്പെടുത്തി കളഞ്ഞു എന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല. കാര്യം ഇനിയും, കാരണം വളരെ നമ്മളെല്ലാം മലയാളികൾ മുഴുവൻ ഈ ശ്രീനിവാസന്റെ സ്ക്രിപ്റ്റിലും സത്യനന്ദിക്കാടിൻ്റെ ഡയറക്ഷനിലും മോഹൻലാലിൻ്റെ അഭിനയത്തിലൂടെ ഒക്കെ നമ്മൾ മലയാളി ആസ്വദിച്ചതിന് കയ്യും കണക്കുമല്ല. ഇപ്പോഴും ആ പഴയ സിനിമകളൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ വരുന്ന രംഗങ്ങൾ അറിയാമെങ്കിൽ പോലും ആ വരുന്ന രംഗങ്ങളുടെ കൗതുകവും ഭംഗിയും ഓർത്ത് നമ്മളത് കണ്ടിരിക്കാറുണ്ട്. അപ്പോൾ ആ ഒരു ഇമേജും കൂടെയാണ്, അല്ലെങ്കിൽ ആ ഒരു വിശ്വാസ്യതയും കൂടെയാണ് സത്യനന്ദിക്കാട് ഈ ഹൃദയപൂർവ്വത്തിലൂടെ തകർത്ത് കളഞ്ഞിരിക്കുന്നത്. കാര്യം മറ്റൊരു വിശകലനം ഈ സിനിമ അർഹിക്കുന്നില്ല എന്നാണ് തോന്നുന്നത്. കാരണം അതിൻ്റെ ശാസ്ത്രീയമായ പല കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഡോക്ടർ ഹാരിസ്, മെഡിക്കൽ കോളേജിലെ പ്രൊഫസർ ഡോക്ടർ ഹാരിസ് ചൂണ്ടിക്കാണിച്ചതുപോലെ ഈ ഹൃദയം മാറ്റി വികല ശസ്ത്രക്രിയയെ, അല്ലെങ്കിൽ അതിനെ എങ്ങനെ കാണുന്നു എന്നൊക്കെയുള്ള അതിൻ്റെ സോഷ്യൽ ഇംപ്ലിക്കേഷൻസ്, അതിലേക്കൊന്നും നമ്മൾ പോകുന്നില്ല. വെറും ഒരു സിനിമ എന്ന രീതിയിൽ വളരെയധികം നിരാശ ജനിപ്പിച്ചു എന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല.